ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ഇളയ പുത്രൻ പപ്പാനോട് പറഞ്ഞു, എനിക്കുള്ള കാശ് തരാൻ. പിന്നെ പപ്പ കുറേ കാശ് കൊടുത്തു. പിന്നെ അവൻ ദൂരെ പോയി. അവൻ ചീച്ചി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവൻ്റെ കാശെല്ലാം തീർന്നു പോയപ്പം അവൻ കരഞ്ഞു. അവനക്കൊരു ജോലി കിട്ടി, പിഗിൻ്റെ ജോലി കിട്ടി. പിന്നെ അവൻ പിഗിന് ഫുഡെല്ലാം കൊടുത്തു. പക്ഷെ അവനക്ക് പിഗിൻ്റെ ഫുഡ് കിട്ടിയില്ല. പിന്നെ അവൻ വീണ്ടും കരയാൻ തുടങ്ങി. പിന്നെ അവൻ പപ്പായുടെ കാര്യം ഓർത്തു. പിന്നെ പപ്പായുടെ കാര്യം ഓർത്തപ്പം തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ ദൂരെന്ന് പപ്പാനെ കണ്ടപ്പം പപ്പ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവർ രണ്ടുപേരും പോയി വീട്ടിൽ പോയി. പിന്നെ അവനെ ഡ്രസ്സ് വാങ്ങിച്ചു, ഫുഡ് കൊടുത്തു. പിന്നെ വലിയ മോൻ വന്നു പറഞ്ഞു, ഞാൻ പപ്പയുടെ കൂടെ ഇവിടെ ഇരുന്നില്ലേ, ഇനി പപ്പ എനിക്ക് എന്താ പാർട്ടി തരാത്തെ? അതിനാന്നറിയാമോ, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ പോയില്ലേ, കാണാതെ പോയില്ലേ, പിന്നെ തിരിച്ച് കിട്ടി. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സന്തോഷിക്കണം. അതുപോലെയാണ് ഈശോയും. നമ്മൾ പാപം ചെയ്യുമ്പം നമ്മൾ ദൂരെ പോയി. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം ഈശോ നമ്മളെ കെട്ടിപ്പിടിക്കും. ഈശോനെ നമ്മളെ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു.